കുറച്ചുകൂടെ എൻട്രൻസിൻ്റെ ബേസ്ഡ് ആയിരുന്നു. അപ്പം കുറച്ചുകൂടെ എനിക്കത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോഴേ ഒന്ന് നീറ്റ് ഇങ്ങനെ നോക്കി വന്നത് എന്തുകൊണ്ട് നല്ലൊരു തീരുമാനമായിട്ട് എനിക്കിപ്പം എക്സാം കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്യാം കേട്ടോ. നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഫാക്കൽറ്റീസ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഓരോ ടീച്ചേഴ്സിന് കിട്ടിയിട്ടുള്ള 2.5 മണിക്കൂർ അത്രത്തോളം ഒരു സ്റ്റുഡൻസിന് എത്രത്തോളം കണ്ടന്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം മനസ്സിലാകുന്ന രീതിയിൽ ഒരു ക്യാപ്സ്യൂൾ ലൈക്ക് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. 2.5 വർഷത്തെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഒന്നുകൊണ്ടും ഇവിടെ ആരും ഒരു രീതിയിലേക്കും നമ്മളെ മാറ്റിക്കളയുന്നില്ല. മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഫവാസ്, ഡോക്ടർ JP's ക്ലാസ്സസിലെ സോളജി ഫാക്കൽറ്റിയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന സന ഫാത്തിമ +1 +2 അതേപോലെ ക്രാഷ് ബാച്ചിൽ നമ്മുടെ JP'സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സനയുമായി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാണ്. സന, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയാണ് സന ഡോക്ടർ JP's ക്ലാസ്സസിനെ ആദ്യമായിട്ട് അറിയുന്നത്? ഞാൻ ഒരു അവാർഡ് ഫംഗ്ഷൻ, SSLC അവാർഡ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് എത്തുന്നത്. ഞാൻ വേറൊരു സെൻറ്ററിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ JP സാറെ സംസാരം, JP സാർ ആ ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടപ്പോൾ എന്തോ എന്നെ ഇവിടെ പിടിച്ച് നിർത്തി. ഞാനിവിടെ അന്ന് തന്നെ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്ത് പിറ്റേന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ബ്രിഡ്ജ് ക്ലാസ് ആയിട്ട് ഫസ്റ്റ് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് തന്നെ ഇവിടുത്തെ ക്ലാസ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവിടുത്തെ ക്ലാസ് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് മനസ്സിലാകുന്നത് സ്കൂളിലെത്തിയപ്പോഴായിരുന്നു. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അത് അത്രയ്ക്ക് വൃത്തിക്ക് മനസ്സിലാകുന്നത്. മേ ബി ഞാൻ ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും +1 +2 ഫെയിലാവുകയായിരുന്നു. അത്രത്തോളം അബദ്ധമാണ് എന്നുള്ള കാര്യം, അത്രത്തോളം പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത് അങ്ങനെ അപ്പോഴാണ്. അത്രയും നല്ല അടിപൊളി ക്ലാസ്സസ് ആയിരുന്നു നമുക്ക് JP's പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. +1 നല്ല വൃത്തിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യത്തിലും ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. നല്ല ക്ലാസ്സുകൾ, നല്ല എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ലാസ്റ്റിലേക്ക് റിവിഷൻ ക്ലാസ്സുകൾ തന്നിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. റിവിഷൻ ക്ലാസ്സും നോട്ട്സും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. +1 അടിപൊളിയായിട്ട് എഴുതി. അപ്പോഴേ ഞങ്ങൾക്ക് നീറ്റ് ഫോക്കസ് ചെയ്യുന്നവർക്ക് അതിനായിട്ടുള്ള ക്ലാസ്, സ്പെഷ്യൽ ക്ലാസ്സൊക്കെ അപ്പോഴേ ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. +1 എക്സാം കഴിഞ്ഞു. +2 സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറൊരു സെൻറ്ററിനെ പറ്റി ചൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. +2 അടിപൊളിയായിരുന്നു ക്ലാസ്സൊക്കെ. +2 പിന്നെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ നീറ്റ് സീരിയസ് ആയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എക്സാംസ് ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ ഒക്കെ കുറച്ചുകൂടെ എൻട്രൻസിൻ്റെ ബേസ്ഡ് ആയിരുന്നു. അപ്പം കുറച്ചുകൂടെ എനിക്കത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോഴേ ഒന്ന് നീറ്റ് ഇങ്ങനെ നോക്കി വന്നത് എന്തുകൊണ്ട് നല്ലൊരു തീരുമാനമായിട്ട് എനിക്കിപ്പം എക്സാം കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്യാം കേട്ടോ. +2 അടിപൊളിയായിട്ട് പോയി. +2 എപ്പോഴാണ് സനയുടെ മനസ്സിൽ നീറ്റ് എന്നുള്ളൊരു മോഹം വന്നത്? നീറ്റ് എന്നുള്ള മോഹം എൻ്റെ മൈൻഡിലേക്ക് ഇട്ടത് ഇവിടെ വന്നതിന് ശേഷം. ഇവിടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ടല്ലോ, റിപ്പീറ്റേഴ്സിനെ കണ്ടപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് എന്തോ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആ ഒരു വൈബായിരുന്നു. ഇവിടെ ഫുള്ളൊരു ഡോക്ടർ ആവണം എന്നുള്ള ഏതൊരു കുട്ടീൻ്റെ മൈൻഡിലേക്കും അത്രയും ഇതായിട്ട് നിൽക്കും. പിന്നെ JP സാറെ മോട്ടിവേഷൻ, ഇവിടെയുള്ള ഓരോ ഫാക്കൽറ്റീസിൻ്റെയും ആ ഒരു വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും ഒക്കെ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ലാണ്ട് പറ്റൂല. ആ ഒരു രീതിയിലേക്ക് അത്രയ്ക്കും പാഷനേറ്റ് ആക്കി മാറിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും ഇല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയില്ല. എങ്ങനെ ക്രാഷ് ബാച്ചിലേക്ക് എത്തിയത്? ക്രാഷ് ബാച്ചിലൊക്കെ +2 എക്സാം അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് എഴുതി നല്ല രീതിക്ക് കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ക്രാഷ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ മുന്നേ ഡിസംബറിൽ JPയുടെ നിർബന്ധപ്രകാരം ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു അത്. നല്ലോണം പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്ന്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഹോസ്റ്റൽ. വാർഡനായിക്കോട്ടെ ഒക്കെ ഫുഡ് പ്രത്യേകം പറയണം, ഹോംലി ഫുഡാണ്. JP സാറെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു മെസ്സാണ്. അപ്പോൾ ഹോംലി ഫുഡായിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ലൊരു തീരുമാനമായിരുന്നു അത്. അങ്ങനെ ക്രാഷ് ബാച്ചിലെത്തി. ക്രാഷിലും ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ക്ലാസ്സുകളും സംഗതികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. നമുക്ക് വിചാരിച്ചാൽ മനസ്സിലാവും 82 ചാപ്റ്റർ എങ്ങനെയാണ് 40 ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ള വലിയൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ഓരോ സ്റ്റുഡൻസിൻ്റെ മൈൻഡിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവർ തീർക്കുക എന്ന് കുറേ ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഫാക്കൽറ്റീസ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഓരോ ടീച്ചേഴ്സിന് കിട്ടിയിട്ടുള്ള 2.5 മണിക്കൂർ അത്രത്തോളം ഒരു സ്റ്റുഡൻസിന് എത്രത്തോളം കണ്ടന്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം മനസ്സിലാകുന്ന രീതിയിൽ ഒരു ക്യാപ്സ്യൂൾ ലൈക്ക് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത്രയും എഫക്റ്റീവായിട്ട് ഓരോ സമയം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ വിചാരിക്കുക അന്ന് കുറച്ചുകൂടെ ഓരോരുത്ത എഫേർട്ടിൻ്റെ അത്രയും നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്കിതിലും നല്ലോണം എക്സാം എഴുതാൻ പറ്റിയായിരുന്നു.
നല്ലോണം എക്സാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ബയോളജി ഞാൻ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. മെൻറ്റേഴ്സ് പറയാണ്ടിരിക്കാൻ പറ്റൂല. എക്സാം അടുപ്പിച്ചൊക്കെ ഫുള്ള് ഹോസ്റ്റലിൽ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളെ കൂടെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ കെയർ കിട്ടണമെന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും JPSൽ ഞാൻ അങ്ങനെ നിൽക്കുന്നതിനെ പിടിച്ചു നിർത്തുന്നത് ഇവിടുത്തെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഭയങ്കര അറ്റൻഷൻ നമുക്ക് ഇവിടെ കിട്ടും. എന്തുകൊണ്ടും കുറേ കുട്ടികളുടെ അടുത്ത് പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോകും നമ്മൾ. അത് പകരം നമ്മൾ ഇങ്ങനെ കുറച്ച് കുട്ടികളെ മാത്രം കെയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ നല്ല വൃത്തിക്ക് കിട്ടും. JP സാർ ആയിക്കോട്ടെ, വേറൊരു സെൻറ്ററിലും ഞാൻ ഇതുവരെ എൻ്റെ കേട്ടറിവ് പോലുമില്ല ഒരു മാനേജർ ഇങ്ങനെ ഇത്രയും കുട്ടികളുമായിട്ട് ഇൻട്രാക്റ്റ് ആയിട്ട് സംസാരിക്കുന്നതൊന്നും ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിയും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ JP സാർ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവലുണ്ട്. എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അത് പറയാൻ ഇവിടെ വേറെ ആരും അല്ല, JP സാറോടാണ്. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പോയി സംസാരിക്കല് JP സാറോടാണ്. JP സാറോട് സംസാരിച്ചാലേ അത് മാറുള്ളൂ. അത്രയ്ക്കും കുട്ടികളുമായിട്ട് ഭയങ്കര കണക്ഷനാണ് JP സാറ്. എന്തുകൊണ്ടാണ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഫസ്റ്റ് തന്നെ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിക്കാൻ കാരണം? എനിക്ക് വേറെ ചോയ്സ് ഇല്ല, എനിക്കിത് മതി. എനിക്ക് അത്രത്തോളം ഞാനിവിടെ ഓക്കെ ആണ്. എനിക്ക് ഒന്നുകൊണ്ടും ഒരു കാര്യം കൊണ്ട് പോലും JPS ബേക്കിലല്ല. 2.5 വർഷത്തെ അനുഭവം കൊണ്ട് പറയാണ്, ഒന്നുകൊണ്ടും ഇവിടെ ആരും ഒരു രീതിയിലേക്കും നമ്മളെ മാറ്റിക്കളയുന്നില്ല. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ക്രാഷിൻ്റെ ടൈം ടേബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു കുട്ടീനെ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാത്ത രീതിയിലാണ്. ഫൈസൽ സാറൊക്കെ കുത്തിരുന്ന് ടൈം ടേബിൾ ഇടുന്ന് നമ്മൾ കാണുന്നുണ്ട്. രാവൊന്നും പകലൊന്നും ഇല്ലാണ്ട് മൂപ്പർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കുറേ വെക്കേഷൻസ്, ഈ 40 ദിവസം തന്നെ കുറേ ലീവ് ഉണ്ടായിരുന്നു. കുറേ എലക്ഷൻ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കുറേ ലീവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാനേജ് ചെയ്തിട്ട് ആ ഒരു ചാപ്റ്റർ പോലും ഞങ്ങൾക്ക് പെൻഡിങ് ഇല്ലാണ്ട് അത്രയും വൃത്തിക്ക് തീർത്ത് 2 എക്സാംസ്, 2 മെഗാ ടെസ്റ്റ് ആയിട്ട് 2 മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നീറ്റ് മോഡൽ ടെസ്റ്റ് വേറെ സെന്ററിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് നീറ്റ് എങ്ങനെയാണോ, ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഇപ്പോൾ തരും നമ്മൾ വിചാരിച്ചിട്ട് തന്നെയല്ല, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ക്രാഷ് ആണല്ലോ, ആ ഒരു ഇതിൽ അവിടെ കൊണ്ടുപോയിട്ട് നടത്തിയിട്ടുണ്ട്. അത്രയ്ക്കും നമ്മളെ കെയർ ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റേഴ്സിന് കൊടുക്കുന്ന അതേ കെയർ തന്നെ തന്നിട്ട് ഓരോ ഹോസ്റ്റൽ ആയിക്കോട്ടെ ഫാക്കൽറ്റീസ് വരുമല്ലോ, റിപ്പീറ്റേഴ്സിന് കൊടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനൊക്കെ അതുപോലെ തന്നിട്ടുണ്ട്. മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു റിപ്പീറ്റേഴ്സിനേക്കാളും കൂടുതൽ നമ്മളെ കെയർ ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിനായാലും എല്ലാ കാര്യങ്ങളും അത്രയും വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. വേറൊരു സ്ഥലത്ത് നമ്മളറിയുന്ന ആരും ഇല്ലായിരുന്നു അവിടെ. അങ്ങനെ പോയി എക്സാം എഴുതിയിട്ടുണ്ട് നീറ്റിന് മുമ്പ്. അത് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട്, വേറെ സെൻറ്ററിലൊക്കെ ക്രാഷ് ചെയ്ത ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായതാണ് ഓരോട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് കിട്ടിയ കണ്ടന്റിൻ്റെ ഒരു 10% പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ഒരു സെൻറ്ററിനെയും മോശം പറയല്ല, പക്ഷേ ഇവിടെ അത്രത്തോളം നല്ലതാണ് ഇവിടെ. എന്താണ് സനയുടെ ഫ്യൂച്ചർ പ്ലാൻ? MBBS തന്നെ ഓഫ് കോഴ്സ്, അതിലെന്തായാലും ഒരു മാറ്റമല്ല. ഞാൻ എത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു ഇതാണ്, ബയോളജി നല്ല വൃത്തിക്ക് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് സമയം കിട്ടാത്ത മെയിൻ പ്രശ്നം ക്രാഷിന് ടൈം കിട്ടിയിട്ടില്ല എന്നാണ്. കെമിസ്ട്രിയും ഫിസിക്സും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി ഒരു വർഷം എനിക്ക് വേസ്റ്റ് ആവില്ലായിരുന്നു. ഞാനിപ്പോൾ നല്ലോണം റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് കിട്ടും. എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അത്രത്തോളം എല്ലാ കണ്ടന്റും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണുള്ളൂ. അത് ഒരു വർഷം കൊണ്ട് റെഡി ആവും എന്ന് വിചാരിക്കുക. റെഡി ആവും ഇൻഷാ അല്ലാഹ്. ഒക്കെ റെഡി ആവട്ടെ സനയുടെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങളും സനയെ പോലെ ഒരു MBBSഉം ടെലസ്കോപ്പും വൈറ്റ് കോട്ടും ഒക്കെ സ്വപ്നം കാണുന്ന ആളുകളാണെങ്കിൽ ആ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കാൻ ഡോക്ടർ JPS ക്ലാസ്സസ് ഉണ്ട്. കേരളത്തിലെ ഏതൊരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തെ എടുത്താലും അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതിന്റെ ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡോക്ടർ JPS ക്ലാസ്സസിൽ ഉണ്ടാവും. അതിന്റെ ഏറ്റവും ജീവിക്കുന്ന തെളിവാണ് സന എന്ന് പറയുന്നത്. ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ടേ പോവുള്ളൂ. അത്രയ്ക്ക് ഉറപ്പ് പറയാം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. ഒന്നും കൊണ്ടും നിങ്ങൾ മോശമാവില്ല. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പരാതി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ സനയുടെ വാക്കുകളാണത്, എൻ്റെ വാക്കാണത്. അപ്പൊ നിങ്ങൾ കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ക്ലാസ്സുകളുമായിട്ട് മെറ്റീരിയലുകളുമായിട്ട് ഡോക്ടർ JPS ക്ലാസ്സസിനെ കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് MBBS ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഡോക്ടർ JPS ക്ലാസ്സസ് ആണെന്ന്. അപ്പോൾ മെയ് 15-ാം തീയതിയാണ് നമ്മുടെ റിപ്പീറ്റേഴ്സിന്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഫസ്റ്റ് ബാച്ചിൽ തന്നെ വന്ന് അഡ്മിഷൻ എടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ കൂടുതൽ സമയം പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. കൂടുതൽ സിമ്പിളായിട്ട് ടൈം എടുത്ത് പഠിക്കാനുള്ള സമയം ഉണ്ടാവും. സോ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 15-ന്. ആ ഫസ്റ്റ് ബാച്ചിൽ സനയുണ്ടാവും, നിങ്ങളുണ്ടാവുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ
അഡ്മിഷൻ എടുത്ത് നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ എടുക്കുക. ഫസ്റ്റ് ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോണ്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കാം. നമ്മൾ ഒരിക്കലും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരില്ല. അത്രയ്ക്കും സ്ട്രെസ് ഫ്രീ ആംബിയൻസ് ആണ് ഇവിടെ. എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരിക. ഞാൻ ഉറപ്പ് പറയാം, നമുക്ക് നല്ലോണം പഠിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും വരിക. നമുക്ക് എന്തായാലും അടുത്ത കൊല്ലം നമ്മൾ സ്വപ്നം കാണുന്ന മെഡിക്കൽ കോളേജ് ആണോ എയിംസ് ആണോ അവിടെ നമ്മൾ എത്തും, ഉറപ്പാണ്. ഓക്കെ, ചാട്ടാ.